ഫ്രണ്ട്സ്, 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് മലയാളത്തിലെ 10ാമത്തെ യൂണിറ്റായ സിംഹരാജനും മാൻകുഞ്ഞും എന്ന പാഠഭാഗമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുവരെയുള്ള എല്ലാ പാഠഭാഗങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ നൽകിയിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഈ ചാനലിൽ തന്നെ നൽകിയിരിക്കുന്ന സ്റ്റാൻഡേർഡ് 2 മലയാളം പാഠഭാഗ പ്രവർത്തനങ്ങളും ഉത്തരങ്ങളും എന്ന പ്ലേലിസ്റ്റിലോ പോയി പരിശോധിച്ചാൽ മതി. പാഠഭാഗത്തിന്റെ തുടക്കത്തിൽ തന്നെ എന്താണ് കൂട്ടുകാർ കാണുന്നത്? സിംഹരാജനെയാണ് അല്ലേ? സിംഹരാജൻ ഒരു കല്ലിന്റെ പുറത്ത് കയറി നിന്ന് തന്റെ കൂട്ടാളികളോട് എന്തോ പറയുകയാണ് അല്ലേ? എന്താണ് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നായാട്ടിന് പോയാലോ? സിംഹത്തിന്റെ ചോദ്യം കേട്ടപ്പോൾ തന്നെ കുറുക്കന് സൂത്രം പിടികിട്ടി. മഹാരാജാവിന് ഇപ്പോൾ പഴയ പോലെയൊന്നും ഓടാൻ കഴിയുന്നില്ല. വയസ്സായി. ഒറ്റയ്ക്ക് വേട്ടയാടിയാൽ മുയൽ കുഞ്ഞിനെ പോലും കിട്ടില്ല. അതാ ഈ സ്നേഹം. രാജാവല്ലേ, എതിർക്കാതിരിക്കുന്നതാണ് ബുദ്ധി. ഇങ്ങനെയൊക്കെ കുറുക്കൻ മനസ്സിൽ വിചാരിച്ചെങ്കിലും എന്താണ് പറഞ്ഞത് മറുപടിയായിട്ട്? ആവാമല്ലോ, നമ്മൾ എല്ലാവരും മാംസം കഴിക്കുന്നവരല്ലേ? കുറുക്കൻ മഹാരാജാവിനെ പിന്തുണച്ചു. അങ്ങനെ സിംഹവും കടുവയും പുലിയും കുറുക്കനും ചെന്നായയും ഒരുമിച്ച് നായാട്ടിനിറങ്ങി. ആദ്യം തന്നെ അവരുടെ വലയിൽപ്പെട്ടത് ഒരു മാൻകുഞ്ഞായിരുന്നു. നല്ല ചന്തമുള്ള പുള്ളിമാൻ. കൊമ്പ് മുളച്ചു വരുന്നതേയുള്ളൂ. നല്ല രുചിയായിരിക്കും. പുലി പറഞ്ഞു. എങ്ങനെയാണ് പങ്കുവെക്കേണ്ടതെന്ന് വേട്ടക്കാർ തമ്മിൽ തർക്കിക്കുമ്പോഴാണ് മാൻകുഞ്ഞിന്റെ കരച്ചിൽ. അയ്യോ, എനിക്ക് വിശക്കുന്നേ, വല്ലതും തിന്നാൻ തായോ. ഇത് കേട്ട് വേട്ടക്കാർ കൂട്ടത്തോടെ പൊട്ടിച്ചിരിച്ചു. നീ ഞങ്ങളുടെ ഇരയാണ്. ഞങ്ങൾക്ക് വിശന്നത് കൊണ്ടല്ലേ നിന്നെ പിടിച്ചത്? സിംഹം പറഞ്ഞു. അതെ, ശരിയാ, എല്ലാവരും ഏറ്റുപറഞ്ഞു. അയ്യോ, സത്യമായിട്ടും എനിക്ക് വിശക്കുന്നുണ്ട്. മാൻകുഞ്ഞ് ശാഠ്യം പിടിച്ച് ഉറക്കെ കരഞ്ഞു. ശല്യമായല്ലോ, വിശക്കുന്ന ജന്തുവിനെ തിന്നാൽ നമ്മുടെ വിശപ്പ് മാറില്ല. ആരെങ്കിലും പോയി ഇതിനെ തിന്നാൻ വല്ലതും കൊണ്ടുവരൂ, സിംഹരാജൻ കൽപ്പിച്ചു. കടുവയും ചെന്നായയും ഓടിപ്പോയി തലേ ദിവസം തിന്നതിന്റെ ബാക്കി ചീഞ്ഞ ഇറച്ചിയുമായി തിരിച്ചു വന്നു. അത് മണത്തു നോക്കിയ മാൻകുഞ്ഞ് ഓക്കാനിച്ചു, ഛർദിച്ചു. ഇതൊന്നും ഞാൻ കഴിക്കില്ല, എന്റെ ഭക്ഷണം ഇതല്ല. മാൻകുഞ്ഞ് വീണ്ടും കരയാൻ തുടങ്ങി. കുറുക്കൻ ഓടിച്ചെന്ന് കാട്ടുചോലയ്ക്കരികിലെ ഇളം പുല്ല് പറിച്ചുകൊണ്ടുവന്നു. പുല്ലു തിന്ന് തെളിവെള്ളം കുടിച്ച് മാൻകുഞ്ഞ് പിന്നെയും കരയാൻ തുടങ്ങി. ഹോ, ഇതിനെ കൊണ്ട് തോറ്റല്ലോ, ഇനി എന്തിനാ കരയുന്നേ? കടുവ ചോദിച്ചു. എനിക്ക് എന്റെ അമ്മയെ കാണണം. മാൻകുഞ്ഞ് ചിണുങ്ങിക്കരഞ്ഞു. ഇനി ഇതിനെ തിന്നാം. കുറുക്കന്റെ വായിൽ വെള്ളമൂറി. സിംഹം കുറുക്കനെ തറപ്പിച്ചു നോക്കി. കരയുന്ന മാൻകുഞ്ഞിനെ മണപ്പിച്ചു നോക്കി. മാൻകുഞ്ഞ് സിംഹരാജനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. സിംഹരാജന്റെ മനസ്സിൽ സ്നേഹത്തിന്റെ നീരുറവ പൊടിഞ്ഞു. സിംഹം മാനിനെ ഒറ്റയ്ക്ക് തിന്നും. നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെയാകും. കടുവയും ചെന്നായയും പാറപ്പുറത്ത് നഖമുരച്ച് മുരണ്ടു. ഇവൾ കുഞ്ഞല്ലേ, നമുക്ക് ഇവളെ വളർത്താം. സിംഹം വാത്സല്യത്തോടെ മാൻകുഞ്ഞിന്റെ പുറത്ത് തലോടി. സിംഹരാജനോട് മറുത്തു പറയാൻ ആർക്കും ധൈര്യം വന്നില്ല. മാൻകുഞ്ഞ് ആശ്വാസത്തോടെ സിംഹത്തിന്റെ കഴുത്തിലെ നീണ്ട രോമങ്ങൾക്കിടയിൽ മുഖം ചേർത്തു കിടന്നു. മാൻകുഞ്ഞിന് അതിന്റെ അമ്മയെ ഓർമ്മ വന്നു. എന്നിട്ടോ കഥ പൂർത്തിയാക്കാം. ഇനി ബാക്കി കൂട്ടുകാരോട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൂട്ടുകാരുടെ ഭാവനയ്ക്കനുസരിച്ച് എഴുതി പൂർത്തിയാക്കാം. നമ്മൾക്കൊന്ന് എഴുതി നോക്കാം അല്ലേ? മാൻകുഞ്ഞിന് അതിന്റെ അമ്മയെ ഓർമ്മ വന്നു. അമ്മ ഇപ്പോൾ എന്നെ അന്വേഷിച്ച് വലയുന്നുണ്ടാവും. പാവം അമ്മ. സിംഹരാജനോട് അമ്മയെ കണ്ടെത്തി തരാൻ പറഞ്ഞാലോ? മാൻകുഞ്ഞ് മെല്ലെ മുഖമുയർത്തി സിംഹരാജനെ നോക്കി. അതു കണ്ട് സിംഹരാജൻ ചോദിച്ചു, എന്തു പറ്റി? എന്റെ അമ്മയെ കണ്ടെത്താൻ സിംഹരാജൻ എന്നെ സഹായിക്കാമോ? അങ്ങ് ഈ കാട്ടിലെ രാജാവല്ലേ? ഞങ്ങൾ മൃഗങ്ങൾക്ക് ആപത്ത് വരുമ്പോൾ സഹായിക്കേണ്ടത് അങ്ങയുടെ കടമയല്ലേ? മാൻകുഞ്ഞ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അതു കണ്ട് സിംഹരാജൻ കൂട്ടാളികളോടായി പറഞ്ഞു, ഇത്രയും ചെറിയ മാനിനെ കഴിച്ചതുകൊണ്ട് എനിക്കോ നിങ്ങൾക്കോ വയറു നിറയില്ല. എന്നാൽ ഈ മാനിന്റെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യും. നമുക്ക് വേറെ വല്ല മൃഗത്തെയും കിട്ടുമോന്ന് നോക്കാം. ആരവിടെ? ഈ മാൻകുഞ്ഞിന്റെ അമ്മയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി ഇതിനെ തിരികെ ഏൽപ്പിക്കണമെന്ന് നാം ഉത്തരവിടുന്നു. കടുവയും പുലിയും കുറുക്കനും ചെന്നായയും മനസ്സില്ലാ മനസ്സോടെ 4 പാടും പോയി അന്വേഷിക്കാൻ ആരംഭിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും കുറുക്കൻ മാൻകുഞ്ഞിന്റെ അമ്മയുമായി വന്നു. മാൻകുഞ്ഞിന് സന്തോഷമായി. മാൻകുഞ്ഞ് ഓടിപ്പോയി അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മ മാൻ സിംഹരാജന് നന്ദി പറഞ്ഞു. അവരുടെ സ്നേഹം കണ്ട് സിംഹരാജന് സന്തോഷമായി.
കഥ വായിച്ചല്ലോ. ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി എഴുതാം. ഒന്നാമത്തെ ചോദ്യം എന്താണ് നൽകിയിരിക്കുന്നത്? കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരെല്ലാമാണ് കഥയിലുള്ള ആളുകൾ? സിംഹം, കുറുക്കൻ, കടുവ, പുലി, ചെന്നായ, മാൻകുഞ്ഞ്. വേട്ടക്കാർ കൂട്ടത്തോടെ പൊട്ടിച്ചിരിച്ചത് എപ്പോഴായിരുന്നു? വിശന്നിരിക്കുന്ന വേട്ടക്കാർക്ക് മുന്നിൽ അയ്യോ എനിക്ക് വിശക്കുന്നേ, വല്ലതും തിന്നാൻ തായോ എന്ന് പറയുന്ന മാൻകുഞ്ഞിനെ കണ്ടപ്പോഴാണ് വേട്ടക്കാർ കൂട്ടത്തോടെ പൊട്ടിച്ചിരിച്ചത്. ഇനി അടുത്ത ചോദ്യം എന്താണ്? കഥയിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ കണ്ടെത്തി ചോദ്യോത്തര പയറ്റ് നടത്താനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് കഥയിൽ നിന്ന് 2-3 ചോദ്യങ്ങൾ തയ്യാറാക്കി നോക്കാം. മാൻകുഞ്ഞ് ഓക്കാനിച്ച് ഛർദിച്ചത് എന്തിനായിരുന്നു? തലേ ദിവസം തിന്നതിന്റെ ബാക്കി ചീഞ്ഞ ഇറച്ചി മണത്തു നോക്കിയപ്പോഴായിരുന്നു മാൻകുഞ്ഞ് ഓക്കാനിച്ച് ഛർദിച്ചത്, അല്ലേ? ഇനി അടുത്ത ചോദ്യം, സിംഹം കുറുക്കനെ തറപ്പിച്ചു നോക്കിയത് എന്തിനായിരുന്നു? മാൻകുഞ്ഞിനെ തിന്നാമെന്ന് പറഞ്ഞ് കുറുക്കന്റെ വായിൽ വെള്ളമൂറിയപ്പോഴായിരുന്നു, അല്ലേ? ഇനി അടുത്ത ചോദ്യം, സിംഹരാജന്റെ മനസ്സിൽ സ്നേഹത്തിന്റെ നീരുറവ പൊടിഞ്ഞത് എപ്പോഴായിരുന്നു? മാൻകുഞ്ഞ് സിംഹരാജനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോഴായിരുന്നു, അല്ലേ? ഇനി നോക്കൂ, വിരൽ ചിത്രങ്ങൾ തയ്യാറാക്കാം. കൂട്ടുകാരുടെ വിരൽ ഉപയോഗിച്ച് ഇവിടെ നൽകിയിരിക്കുന്നത് പോലെ കൂട്ടുകാരും ചിത്രങ്ങൾ തയ്യാറാക്കി നോക്കുമല്ലോ. ഇനി നോക്കൂ, കാട്ടിലൊരു ഉത്സവമേളം. മന്ദാരക്കാട്ടിൽ ഉത്സവമാണ്. കാട്ടിലെ ജീവികളെല്ലാം ഉത്സവത്തിന് ഒത്തുകൂടി. ഒപ്പം നാട്ടിൽ നിന്നും അയൽ കാടുകളിൽ നിന്നും പക്ഷികളും മൃഗങ്ങളും മറ്റു ജീവികളും വിരുന്നെത്തി. കൊട്ടും കുരവയും കേട്ടുവല്ലോ, ആട്ടവും പാട്ടുമാണിന്നു കാട്ടിൽ, ചില്ലതൻ തുഞ്ചത്തു തൂങ്ങിയാടി, കുഞ്ഞൻ കുരങ്ങനും യാത്ര പോയി, കുമ്പയും തുമ്പിയും കൊമ്പുമായി, ചിഹ്നം വിളിച്ചുകൊണ്ടാന പോയി, ചാടിക്കുതിച്ചു പോയി ചെമ്പൻ മുയൽ, പാറിപ്പറന്നു പരുന്തുപോയി, ചേരയും അണലിയും ഇഴഞ്ഞുപോയി, കാട്ടലി മണ്ണും തുരന്നുപോയി, പുള്ളിമാൻ തുള്ളിത്തെറിച്ചുപോയി, പുള്ളിപ്പുലികൾ പതുങ്ങി നീങ്ങി, കാട്ടിലി നാട്ടവും പാട്ടുമുണ്ടേ, കൂട്ടരെ നമ്മളും പോകുകയല്ലേ. ഇനി അഭിനയിക്കാം. ഉത്സവമേളത്തിനെത്തിയ ജീവികൾ എങ്ങനെയാവാം വന്നത്? അഭിനയിക്കാം. എങ്ങനെയാണ് കൂട്ടുകാർ അഭിനയിച്ച് കാണിക്കുക? കൂട്ടുകാർ ഓരോരുത്തരും കവിതയിലുള്ള ഓരോ ജീവികളാവണം, അല്ലേ? കുഞ്ഞൻ കുരങ്ങനായ ആൾ എങ്ങനെയാണ് അഭിനയിക്കേണ്ടത്? ചില്ലയുടെ തുഞ്ചത്ത് തൂങ്ങിയാടി ആണ് പോകേണ്ടത്, അല്ലേ? പിന്നെയോ ആനയായ ആൾ എങ്ങനെയാണ് പോകേണ്ടത്? ചിഹ്നം വിളിച്ചാണ് പോകേണ്ടത്. പിന്നെയോ ചെമ്പൻ മുയലായ ആൾ എങ്ങനെയാണ് പോകേണ്ടത്? ചാടി കുതിച്ചു പോകണം. പിന്നെയോ പരുന്തായ ആൾ എങ്ങനെ പോകണം? പാറി പറന്ന് പോകണം. ചേരയും അണലിയുമായ ആളുകൾ ഇഴഞ്ഞിഴഞ്ഞാണ് പോകേണ്ടത്. പിന്നെയോ കാട്ടലിയായ ആൾ എങ്ങനെയാണ് പോകേണ്ടത്? മണ്ണ് തുരന്ന് പോകണം. പിന്നെയോ പുള്ളിമാനായ ആൾ എങ്ങനെ പോകണം? തുള്ളിത്തെറിച്ചാണ് പോകേണ്ടത്. പിന്നെയോ പുള്ളിപ്പൊലിയായ ആൾ എങ്ങനെയാണ് പോകേണ്ടത്? പതുങ്ങിയാണ് പോകേണ്ടത്, അല്ലേ? ഇനി അടുത്ത ചോദ്യം എന്താണ് നൽകിയിരിക്കുന്നത്? നിർമ്മിക്കാം. പേപ്പർ ഉപയോഗിച്ച് മൃഗങ്ങളുടെ രൂപമുണ്ടാക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഉദാഹരണങ്ങളായി നൽകിയിരിക്കുന്ന രൂപങ്ങൾ നോക്കി കൂട്ടുകാർ ഇതേപോലെ ഉണ്ടാക്കി നോക്കുമല്ലോ. ഇനി വായിക്കാം. കുഞ്ഞിയുടെ കരച്ചിൽ. ഒരു ചെറിയൊരു കഥയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമ്മൾക്കൊന്ന് വായിച്ചു നോക്കിയാലോ? മ്യാവൂ മ്യാവൂ, കുഞ്ഞിപ്പൂച്ചയുടെ കരച്ചിലല്ലേ കേൾക്കുന്നത്? അവൾ എന്തിനാവും കരയുന്നത്? അമ്മയോട് ചോദിക്കാം. എനിക്കറിയില്ല എന്ന് അമ്മ പറഞ്ഞു. എന്നാൽ അച്ഛനോട് ചോദിക്കാം. അച്ഛാ എന്തിനാണ് കുഞ്ഞി കരയുന്നത്? അപ്പോൾ ജോലികൾക്കിടയിൽ അച്ഛൻ എന്താണ് പറഞ്ഞത്? എനിക്കറിയില്ല എന്ന് അച്ഛനും പറഞ്ഞു, അല്ലേ? ഇനി ആരോട് ചോദിക്കും? ചേട്ടനോട് ചോദിച്ചാലോ? കുഞ്ഞിപ്പൂച്ച എന്തിനാ ചേട്ടാ കരയുന്നത്? ചേട്ടൻ ദേഷ്യത്തോടെ കണ്ണുരുട്ടി. എന്തിനായിരിക്കും ചേട്ടൻ ദേഷ്യത്തോടെ കണ്ണുരുട്ടിയത്? ചേട്ടനും കുഞ്ഞിപ്പൂച്ച എന്തിനാ കരയുന്നതെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കും, അല്ലേ? ഇനി എന്തു ചെയ്യും? കുഞ്ഞിയോട് തന്നെ ചോദിക്കാം. പിന്നാമ്പുറത്തെ വിറകുകെട്ടുകൾക്കിടയിലാണ് അവൾ. കുഞ്ഞി, എന്തിനാ നീ കരയുന്നത്? വിശന്നിട്ടാണോ? മ്യാവൂ, അവൾ തലയാട്ടി. മ്യാവൂ മ്യാവൂ. കുഞ്ഞി കരയുന്നത് എന്തിനാണെന്ന് അവളോട് തന്നെയായിരുന്നു ആദ്യം ചോദിക്കേണ്ടിയിരുന്നത്. എന്തിനാണ് കുഞ്ഞി കരഞ്ഞത്? കുഞ്ഞിക്ക് വിശന്നിട്ടാണ്, അല്ലേ? Stay tuned for the next chapter. Thanks for watching. If you like this video, please do subscribe and share.